അപ്പൊ നോക്കിയേ, നമ്മൾ ഇത്രയും പച്ചക്കറി ആട്ടോ പൊട്ടിക്കണേ. സ്മിത മോഹലക്ഷണം നോക്കിയിട്ട് ഒരു കാര്യം പറയട്ടെ. അപ്പൊ ഞാൻ ആന്ന് പറഞ്ഞു, ഇവിടെ കാശിന് ഒരു കാലത്ത് ക്ഷാമം ഉണ്ടാവില്ല. അതിൽ സത്യം ഉണ്ടോ എന്നുള്ളത് കൊണ്ടുവച്ചാൽ മതി. ഇതാണ് ആഫ്രിക്കൻ മല്ലി കേട്ടാ. ആഫ്രിക്കൻ മല്ലി സാധാരണ മല്ലിയുടെ മണം നല്ല മണം എന്ന് പറഞ്ഞാൽ എന്ത് നല്ല മണം എന്നറിയോ? ഈ ഇലമ്പ തൊടുമ്പിക്കണ നല്ല മണം വരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ഇതേപോലത്തെ ഈ കളർ വരും. കണ്ട എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നല്ലൊരു എക്സസൈസ് ആയിരുന്നു. ഇന്നലെ ഉച്ച തിരിഞ്ഞ് ഞാൻ കുറച്ച് ഭാഗമൊക്കെ ഇവിടെ അടിച്ച് വൃത്തിയാക്കി ഇട്ടു. ഇവിടെ കെട്ടി കഴിഞ്ഞപ്പോൾ തോന്നി ഒന്ന് നല്ല വൃത്തിയാക്കി ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ ഉച്ച തിരിഞ്ഞ് കുറച്ച് കഴിച്ചു. ബാക്കി കാലത്ത് ഇതാ എത്രയോ ഭാഗം ഇതാ വൃത്തിയാക്കൽ കഴിഞ്ഞു കേട്ടോ. അടിച്ച് വല്ല കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ചവറും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അത് ഇടണം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലത്തെ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, വേറെ ഒന്നും വെച്ചിട്ടില്ല. നേരെ അങ്ങോട്ട് പോവാണ്, പറമ്പിലേക്ക് പോവാം നമുക്ക്, ബാക്കിലേക്ക്. കാണുമ്പോൾ തന്നെ നല്ല വൃത്തി തോന്നിയപ്പോളേ. മറ്റേത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറമ്പ് അടിച്ച് വാരാറ് ഇങ്ങനെ ചവറ് നമ്മൾ അടിച്ച് കൂട്ടി എടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കെട്ടലും കൂടി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി. പേളിക്കുട്ടിയെ അവളെല്ലായിടത്തും നടന്ന് നോക്കുക. ഇഷ്ടമായോ നിനക്ക് ഈ സ്ഥലം? നീ മക്കളുടെ കൂടെ ഇതിനുള്ളിൽ നിൽക്കണുണ്ടാ? പക്ഷെ അവള് നിൽക്കില്ല കേട്ടാ. കാരണം അവൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇങ്ങനെ അവളെ പോലെ അത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി വളരണ ഒരാളില്ല എന്ന് പറയാം. അത്ര സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ടാണ് നമ്മുടെ പേളിക്കുട്ടി വളരുന്നത്. കാരണം എല്ലായിടത്തേക്കും പോവും, എല്ലായിടത്തുനിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതൊക്കെ മേടിച്ച് കഴിക്കും. പിന്നെ ആളിങ്ങനെ വരും. അങ്ങനെ ടൈസനും അംബ്രോസും ഇപ്പം നമ്മുടെ പേളിക്കുട്ടി, ഇവർ 3 പേരാണ് ഇപ്പോൾ നല്ല എന്താ പറയുക, അത്രയും സ്വാതന്ത്ര്യമാണ് അവർ. ഇവരിപ്പോൾ റോട്ടിലേക്കൊക്കെ പോവാറുണ്ട്. അവൾ ഗേറ്റിൻ്റെ അവിടേക്ക് നോക്കി. അതാണ് ഇപ്പോഴത്തെ ഒരു പേടി. കാരണം പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പഴയ പോലെ അല്ലല്ലോ. ഗവൺമെൻറ് ഒരു നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്ന കാരണേ ബാക്കി നോക്കുമ്പോൾ അവൾക്ക് നല്ല സ്വാതന്ത്ര്യമാണ്. പിന്നെ നമ്മുടെ പേളിക്കുട്ടിക്ക് നമ്മൾ മാല എന്താ പറയുക അവളുടെ അളവിന് ആക്കണുണ്ട് കേട്ടാ. അവൾക്ക് മേടിച്ചിട്ടിട്ട് അവൾക്ക് ഇട്ട് കൊടുത്തിട്ടില്ലേ. അവളുടെ കുഞ്ഞു കഴുത്താ അവളുടെ. ടൈസും കുട്ടാ, നിനക്ക് ഇഷ്ടമായോ? ടൈസാ, ഇതിൻ്റെ ഉള്ളിൽ ഇതൊന്നുടാഞ്ഞ് പുറത്തേക്കൊന്നും പോകണ്ട. എന്തേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇവിടെ നിന്നാൽ മതി എല്ലാവർക്കും. ഞാനൊന്നിവിടെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും എല്ലാവരും ഇവിടെ പോന്നു. ഞങ്ങൾക്കൊന്നും ഇങ്ങനെ ചെയ്തു തന്നില്ലല്ലോ എന്നാണ് ഇപ്പോൾ ചോദിക്കണേ. നിങ്ങളും കൂടിയൊക്കെ ഇവിടെ കേട്ടോ. ശരി ശരി. നമ്മുടെ റൊണാൾഡോ മോൻ നിൽക്കണ നോക്കിയാ. എന്തിനാ റൊണാൾഡോ മോൻ ഇങ്ങനെ നിൽക്കണേന്നറിയോ? ഇവിടെ കണ്ടോ മണല്ലേ? ഈ മണല് അവന് മാന്താൻ വേണ്ടിയിട്ട് നോക്കിയാൽ അവൻ കയ്യിട് നോക്കിയോളൂട്ടാ. അവന് ഞാൻ ഇതിനുള്ളിലേക്ക് വിട്ടു. അപ്പം നോക്കിയപ്പോണ്ട് ഈ മണ്ണല് മറ്റേ പണിക്കാർ ഇങ്ങനെ കൂട്ടിയിട്ടതാണ്. അത് അവർ മാന്തിയാക്കണു. ഇപ്പം നോക്കിയാൽ അവൻ ചെയ്യണത് സോമെടുത്ത് നോക്കിയേ. കണ്ടോ ആ മണല് പൊന്നെ എന്തിട്ടുണ്ട് ചെക്ക കാണിക്കണേ. പണിയോട് പോകണ്. ഇവിടേക്ക് ഭംഗിയാവട്ടെ, എന്നിട്ട് കിടക്കാം നമുക്ക്. ഇപ്പം തൊട്ട് നമ്മുടെ രാവിലത്തെ പതിവ് പോലെ തന്നെ. കാരണം നമുക്കിപ്പോൾ രാവിലത്തെ കഞ്ഞിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ദിവസം ഇടിയഞ്ചക്ക, ഒരു ദിവസം കൂർക്ക, ഒരു ദിവസം വഴുതിരിങ്ങ, അങ്ങനെ മാറി മാറിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇടിയഞ്ചക്ക ഇടാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് ഞാൻ പറമ്പിലേക്ക്. പിന്നെ ഇപ്പം അത് മാത്രമല്ല, നമ്മുടെ കോഴികളൊക്കെ രാവിലെ വന്ന് നിൽക്കുക എപ്പോഴും കിട്ടുമെന്ന് വെച്ചിട്ടേ അവർക്ക് വല്ല പുല്ലൊക്കെ കൊണ്ടുവരണ വഴിക്ക്. പിന്നെ ആ ഷായിട്ട് നമുക്ക് സുന്തിരി ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നടാനായിട്ടുള്ള സ്ഥലമൊക്കെ ഇതേ ഷായിട്ടോടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഇപ്പം നമ്മൾ പണി നടക്കണ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഭാഗം വൃത്തിയായി കിട്ടും നമുക്ക്. കാരണം നമ്മുടെ വീട്ടിൽ മുന്നൊക്കെ പണികളൊക്കെ നടക്കുമ്പോഴേ ആ സമയത്ത് ബാക്കി വരുന്ന നമ്മുടെ മണല്, അതേപോലെ മെറ്റല്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ടൈലൊക്കെ ഇങ്ങനെ
ടൈൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നൊക്കെയും ഓരോ ഭാഗത്തിട്ട് മരമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടൈലുകൾ പൊന്തും. അപ്പോൾ രണ്ടാമതൊക്കെ നിരത്തുമ്പോൾ ടൈല് ബാക്കി വരാം. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വെക്കുന്ന ഒരു സ്ഥലമായിരുന്നത്. ഇപ്പോൾ ഈ ഒരു പണി വന്നേൽ മണലും മെറ്റലൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഈ പഴയ ടൈലുകളൊക്കെ ഇടാനായിട്ട് അവിടെ ശരിയാക്കുന്നതനുസരിച്ച് ഇതെല്ലാം അത് ഒതുങ്ങിപ്പോട്ടാ. അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഭംഗി കുറവുണ്ടായിരുന്നു, അതൊക്കെ ഈ പണി കഴിഞ്ഞോടുകൂടി തന്നെ ശരിയാവും. ഷൈഡ് മറ്റേ നമ്മുടെ സുന്ദരിചീരയുടെ സ്ഥലം അത് റെഡിയാക്കിയിട്ടില്ലേ ഷൈഡാ? അത് ശരിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ സൂര്യമുളക് ഒന്ന് ഉഷാറാക്കാനാ. നല്ല തൈകളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവര്. അപ്പം നമ്മളെ കടയിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഓരോ വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കുമല്ലോ, നമ്മൾ പറയാറില്ലേ, നമ്മുടെ കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ നേരത്തെ ഒഴിച്ച് കൊടുക്കുമെങ്കിലും കൂടിയിട്ട് ഇടയ്ക്ക് കട ഇളകാത്ത രീതിയിൽ അതിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ കൊത്തി കളിക്കും. മണ്ണ് നന്നായിട്ട് ഇളകി കിടക്കാൻ വേണ്ടിയിട്ട്. അതാണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഇടിയൻ ചക്ക ഇടുന്നത് ഏറ്റവും മുകളിലത്തെ ചക്കയാണ് ഇന്ന് ഇടുന്നത്. ഇപ്പം തൊട്ടേ താഴത്തെ ചക്ക ഇടൽ നിർത്തി മുകളിൽ നിന്ന് ഇടുക. നമ്മൾ വലിച്ച് കെട്ടാൻ നോക്കി, അപ്പോൾ ശരിയാവണില്ല. അപ്പോൾ ഒരു ഊണ് പണിയാൻ കൊടുത്തിട്ടുണ്ട്. ഈ എന്താ പറയുക, ഇപ്പുറത്ത് കണ്ട നമ്മൾ ഊണ് കൊടുത്തോണത്, ഇവിടുത്തെ പ്ലാവിന് ഊണ് നമ്മളിത് ഇങ്ങനെയാണ്. ഒരു കമ്പിമ പോയിട്ട് മുകളിലൊരു വളവ്, ആ വളവിലേക്ക് ആക്കിയിട്ടാണ് ഈ പ്ലാവിനെ നിർത്തി പോകുന്നത്. അപ്പം ഇതേപോലെ തന്നെ ഒരു ഊണ് അപ്പുറത്തേന് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ചക്കിടാം, അല്ലെങ്കിൽ കൊമ്പ് ഒടിയണ്ട ഒരു പേടി. അപ്പോൾ മുകളിലത്തെ ചക്ക മാത്രം ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരു സ്റ്റൂളിപ്പോൾ നമ്മളെ എന്താ പറയുക പ്ലാവിൻ്റെ അടിയിൽ സ്ഥിരമായ പോലെ. ഇനി ഇത് കൊണ്ട് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മുടെ ഇടിയൻ ചക്ക റെഡി ആയിട്ട് ഈ വട്ടം ഞാൻ ഇടിയൻ ചക്ക വെക്കുമ്പോഴേ നമ്മുടെ ഉള്ളിയും മുളകും വേപ്പിലും വെളുത്തുള്ളിയും അതേപോലെ കുത്തിപ്പൊടി മുളകൊക്കെ ഇട്ടിട്ട് നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഒരു തുണ്ട് നാളികേരം കൂടി ഇട്ടിട്ടാ ഇന്ന് ഞാൻ നമ്മുടെ ഇടിയൻ ചക്ക വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇടിയൻ ചക്ക തോരൻ നാളികേരൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ നല്ല രസമായിട്ടാ. അപ്പോൾ ഇടിയൻ ചക്കത്തോരൻ റെഡിയായി. അപ്പോൾ നമ്മുടെ ഗോതമ്പ് കഞ്ഞി ഇടിയൻ ചക്കത്തോരൻ ഇതാണ് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ ശരിക്കും രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടികൾക്കൊക്കെ ദോശ പുട്ട് അവരുടെ ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കിയതിന് കൂടിയിട്ട് ഞാൻ സൈഡിനും ഗോതമ്പ് കഞ്ഞിയും അതേപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഉപ്പേരി കഴിക്കാനാണ് ഇഷ്ടം. അപ്പം ഞാൻ കഴിച്ചതിന് ശേഷം നമ്മൾ പറമ്പിടിക്കും. അപ്പം നമ്മുടെ വഴുതനങ്ങ ആദ്യം അരിഞ്ഞെടുക്കാട്ടെ നമുക്ക്. ഞാൻ വഴുതനങ്ങ പറയാറുണ്ടല്ലോ, നമുക്ക് ഇത് 1-2 വർഷം എത്തിയിട്ടുള്ളൊരു തൈയാണ്. അപ്പം അതുമേലും നമുക്ക് എപ്പോഴെന്ന് പറഞ്ഞ പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. കറുപ്പ് വഴുതനങ്ങ നല്ല ടേസ്റ്റ് ആട്ടാ കറുപ്പ് വഴുതനങ്ങയ്ക്ക്. ഇത്രയും വഴുതനങ്ങ കേട്ടോ നമ്മൾ ഇന്ന് പൊട്ടിച്ചെടുത്തോടെ. ഇനി അതേപോലെ തന്നെ ഒരു 4 ദിവസത്തേക്ക് വേണ്ടി നമുക്ക് കിട്ടുന്നത് പൊട്ടിക്കാനായിട്ട് ഇങ്ങനെ തന്നെ. പിന്നെ നമ്മുടെ നോക്കിയ കുക്കമ്പർ അതെ എന്ത് നീളാന്ന് നോക്കിയ കുക്കമ്പറിൻ്റെ കണ്ട, എന്തൊരു നീളമുള്ളൊരു കുക്കമ്പറാ കണ്ട. ഇതൊരു തരം കേട്ടാ. പിന്നത്തെ ഒരു തരം എന്ന് പറയുന്നതാണ് ഇതേ വൈറ്റ് സ്നോ കുക്കമ്പർ കണ്ടു ഇതിൻ്റെ ഇടയിൽ. അപ്പം ഇന്നൊരു 3 കുക്കമ്പർ നമുക്ക് പൊട്ടിക്കാനുണ്ട്. ഇത് താഴത്തുനിന്ന് തന്നെ ഉണ്ടാവും, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കുക്കമ്പർ കണ്ടോ, ഇതിൻ്റെയൊക്കെ പ്രത്യേകത കണ്ട.
നമുക്ക് ചീരയാണ് കേട്ടോ അരിയണേ. ചീര ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അക്കലിൻ്റെ ഇവിടെ ഇരിക്കട്ടെ നല്ലത്. നമ്മുടെ പച്ചച്ചീര നമ്മൾ കുറച്ച് ഭാഗത്തിന് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമ്മുടെ മുളകിൻ്റെ ഇടയിൽ നമ്മൾ പറയാറുണ്ടല്ലോ മുളകും തൈ വെക്കുമ്പോൾ ഇടയിൽ ചീരത്തൈയും കൂടി വെക്കാറുണ്ടെന്ന്. അതിൻ്റെ ഇടയിലത്തെ ആയിട്ട് ഇങ്ങനെ പഴിഞ്ഞെടുക്കണേ. അപ്പോൾ ഇതാ ഇത്രയും ചീര അരിഞ്ഞെടുത്തു. അപ്പം നോക്കിയേ, നമ്മൾ ഇത്രയും പച്ചക്കറി ആയിട്ടോ പൊട്ടിക്കണേ. ഇന്ന് വേറെ ഒന്നും പൊട്ടിക്കണില്ല. നമ്മൾ നടന്നു വരുന്ന വഴിയിലായിട്ട് പന്തലിട്ടിട്ടാണ് കയപ്പയും അതേപോലെ നമ്മുടെ പീച്ചിങ്ങും ഒക്കെ പടർത്തിയിട്ടുള്ളത്. ഇപ്പം നോക്കിയാൽ നമ്മളന്ന് കാട്ടി വന്നില്ലേ ഇത് പീച്ചിങ്ങക്ക് പന്തലിടുന്നതൊക്കെ ഇതേ ആയി തുടങ്ങിയിട്ടാ. നമ്മുടെ കയ്പയ്ക്ക് എന്താ പറയുക, കയ്പക്കായ കുത്തുടും, പ്രാണികൾ വന്ന് കുത്തുടും. ആദ്യം ആ സ്വഭാവം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം നല്ല കുറച്ച് നാളുകളായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാത്ത കാരണം ഞാൻ കവർ ഇടൽ നിർത്തി നോക്കായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, പല കയ്പക്കായകളും കണ്ടോ ഇതാണ് കണ്ടോ കുത്തിയിട്ട് നാശമായി പോണു. അപ്പം അത് കാരണം ഇനിയുള്ളവരെ കളയാൻ വിചാരിക്കണില്ല. കാരണം ഇതുമ്പോൾ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്. നല്ല കയ്പയ്ക്കാണ് കണ്ടോ, ചെറുതുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഓല നമ്മൾ ഈ പന്തലിന് നമ്മൾ ഇട്ടിട്ടുള്ളത് തെങ്ങുംപട്ടയാണ്. ഈ തെങ്ങുംപട്ട ഇടുമ്പോഴേ എനിക്കിപ്പോൾ ഇഷ്ടമാവണില്ല കേട്ടോ. ഇനി നമ്മൾ എന്ത് പന്തലിടായാലും തെങ്ങുംപട്ട ഇടില്ല. നമ്മൾ മറ്റേ വള്ളിയൊക്കെ ചുറ്റിടുന്ന ആ പന്തലില്ല അതേപോലത്തെ ഇടുള്ളൂ. കാരണം എന്തുണ്ടായി നിൽക്കുക അടിയിലേക്ക് തന്നെ ഇങ്ങനെ കെടുക്കും. ഇതാകുമ്പോഴേ ആ പട്ടയമ്മ ഇരിക്കുകയാണ്. കുറേ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ഈ പട്ടയമ്മയാണ് ഈ മുകളിൽ ചുറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാനും കൂടി പറ്റണില്ല. അപ്പോൾ കുറച്ച് കയ്പയ്ക്ക് കവർ കിട്ടാം. വാഴവള്ളി ഉപയോഗിച്ചിട്ടാട്ടോ നമ്മൾ കെട്ടണത്. മുറുക്കി കെട്ടണില്ല, ഒന്ന് അഴിച്ചിട്ടാണ് കെട്ടണത്. ഇത് നമ്മുടെ സ്വീറ്റ് ലെമൺ ട്ടാ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് നമ്മൾ നട്ടില്ലേ അതാണ്. ഇത് എന്തോരം വലുതാവും ഒന്നും നമുക്കറിയില്ല. നോക്കട്ടെ. മധുരമുള്ള ചെറുനാരങ്ങ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാമല്ലോ. ഇപ്പം നമ്മൾ ഒരുവിധം വലിപ്പമുള്ളതാണ് ഇട്ടത്. പക്ഷെ ഇതുമ്പോൾ നിറച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കണ്ടോ, ഓരോ എക്കിലും കണ്ട ഇതേ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ഒന്ന് ഒത്തിരി കൂടി വലുതായിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇതൊക്കെ കിട്ടണത് നമുക്ക് ഭാഗ്യമാണ്. കാരണം ഇവരൊക്കെ മഴക്കാലത്ത് എന്താ പറയുക അന്ന് നട്ടു കൊടുത്തിട്ടുള്ള നമ്മൾ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത് ലോട്ടറിയാണ് കിട്ടണത്. നമ്മുടെ ആഫ്രിക്കൻ മല്ലി, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഈ സ്ഥലത്ത് ഞാൻ കഴിഞ്ഞോടെ ചേമ്പ് മഞ്ഞളൊക്കെ നമ്മൾ കുറേയൊക്കെ പറിച്ച് നീക്കി വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയാണ്. അപ്പോൾ അത് ഷായുടെ കൈക്കോട് കൊണ്ട് ഇങ്ങനെ
കട അടക്കം കളച്ചിന് ഇട്ട് തന്നിട്ടുണ്ട്. ഇത് കൊണ്ടുപോയിട്ട് അവിടെ വെക്കണം. അതിന് മുന്നായിട്ട് ഞാൻ ഒരു ഫ്രൂട്ട് കാട്ടി തരാറുണ്ട്. ഇത് നമ്മുടെ മുന്തിരി കേട്ടാ. മുന്തിരിനെ ഒന്ന് വെട്ടി റെഡിയാക്കണം. ഇതാണ് മുന്തിരിയുടെ കട. കണ്ടോ, നല്ല കനത്തിലുള്ള കടയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിൻ്റെ കുറേ ചില്ലകൾ ഇനിയിപ്പോൾ വെട്ടണം. അത് വേറൊരു ദിവസം ചെയ്യാം. ഇത് നമ്മുടെ വെസ്റ്റേൺ ചെറി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടില്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കളർ എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്ക് ഇതേപോലത്തെ ഈ കളർ വരും. കണ്ട, ഈ കളർ വന്നിട്ട് നമ്മൾ പൊട്ടിച്ച് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. വായ നിറച്ച് വെള്ളം, അതേപോലെ മധുരം ഉണ്ടാവും. ഈ ഫ്രൂട്ടിൻ്റെ പച്ച എന്ന് പറയുന്നത് കണ്ടോ, നമ്മുടെ അരിനെല്ലില്ലേ അതേപോലെ ആയിട്ടിരിക്കുക. കണ്ട, ഇവിടെയൊക്കെ ഇത് ഉണ്ടാവണുണ്ട്. നന്നായിട്ട് ഉണ്ടാവണതാണ് അത്. ഇപ്പോൾ നമ്മളൊന്ന് വെട്ടി ഒതുക്കിയ കാരണമാണ്. പക്ഷെ നമുക്ക് ഇതുമെന്ന് പഴുത്തിട്ട് അങ്ങനെ ആദ്യമൊക്കെ പൊട്ടിക്കാൻ നന്നായി കിട്ടിയിരുന്നു. ഇപ്പോൾ ഒന്നും കിട്ടില്ല. ഇതെന്തോ കിളികൾ കാണാണ്ട് 1-2 നിൽക്കണു. ഇത് ഇവിടെ നിൽക്കണ്ട ഒരാൾ. കണ്ട, പൊട്ടിക്കട്ടെ, പൊട്ടിച്ച് കെട്ടിത്തരാം. ശരിക്കും ആപ്പിള് കണ്ട, ഒരു കുഞ്ഞൊരാപ്പിള് എങ്ങനെ ഇരിക്കും അതേപോലെ കണ്ടോ, അതിൻ്റെ അടിവശം കണ്ട. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് എനിക്ക് 2 കിട്ടിയത്. അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല. കിളികളാണ് കഴിക്കാറ്. അതുപോലെ പീനട്ടായാലും കിളികളതിന് കഴിക്കാറ്. നല്ല രസം അത് കഴിക്കാൻ. അപ്പം ഞാനിതേ ഷായേട്ടിന് കൊടുക്കാം. 2 ഉണ്ടല്ലോ, ഞാൻ എടുത്ത് വെച്ചിട്ട് വെച്ചാട്ടാ. മണ്ണടക്കാണ് പറിച്ചു നോക്കണേ. അപ്പം ഇങ്ങനെ തന്നെ കൊണ്ടുവച്ചാൽ മതി. ഇതാണ് ആഫ്രിക്കൻ മല്ലി കേട്ടാ. ആഫ്രിക്കൻ മല്ലി സാധാരണ മല്ലിയുടെ മണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക്. മറ്റേ മല്ലി നമുക്ക് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1-2 വട്ടം നുള്ളി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, നശിച്ചു പോവും. പിന്നെ വീണ്ടും നടണം. പക്ഷെ ഇതങ്ങനെയല്ല. ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് ഇതേപോലെ വരും. കണ്ട, ഇത് വന്ന് നിറച്ച് വിത്തുകളായിട്ട് ഇങ്ങനെ പൊട്ടി തെറിക്കും. അപ്പോൾ അത് പൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ പാകം മുഴുവൻ തന്നെ മുളയ്ക്കും. ഇതൊക്കെ കണ്ടോ, ഇവിടെ നോക്കിയേ, ഇവിടേക്ക് കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടോ, ഇതേപോലെ എല്ലാത്തിനും ആയിട്ടുണ്ട്. മുഴുവൻ അതാണ്. ഇതിൻ്റെ ഇടയിൽ 2 കളപ്പുല്ല് കാണാണ്ടല്ലോ, കുറച്ചുകളായിട്ട്. പക്ഷെ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കേണ്ട സ്ഥലമാണ്. അപ്പം അങ്ങനെ അപ്പോൾ ഇതൊക്കെ കൊണ്ടുവയ്ക്കണം അവിടെ എല്ലാതും. നമ്മളിവിടെ മുളകൊക്കെ നട്ട സ്ഥലമായിരുന്നു. നിറച്ച് മുളക് നിന്നിരുന്നോടേക്കും. ഇനി ഇവിടെ ഒന്നും ചെയ്യില്ല. നല്ല മണം എന്ന് പറഞ്ഞാൽ എന്ത് നല്ല മണം എന്നറിയോ. ഈ ഇലമ്പ തൊടുമ്പിക്കണ നല്ല മണം വരും. ഈ ഇങ്ങനെ വരി 2 വരി ഫുള്ളായിട്ട് നമ്മളിവിടെ മുളക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉജ്ജ്വല മുളകാട്ടത് ആയിരുന്നത്. ഇപ്പോൾ ഇനി കണ്ടോ, ഇനി ഇതിൻ്റെ ഉള്ളിൽ ആകെ നമ്മുടെ ഈ ഫ്രൂട്ട്സിൻ്റെ മരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മുടെ തടയങ്ക കേട്ടാ. കുമ്പളങ്ങ നമ്മൾ വലിയ കുമ്പളങ്ങ പൊട്ടിച്ചില്ലേ, തടയങ്ക എന്നാട്ട പേര്. അതുമ്പോൾ ഇതായി ഉണ്ടാവണുണ്ട് കേട്ടാ. നിറച്ച് പൂവൊക്കെ ഉണ്ട്. അതേ കണ്ടോ, ചെറിയ കായ. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇത് കളഞ്ഞിട്ടില്ല. നമ്മുടെ കൂർക്ക തടത്തിൻ്റെ മുകളിൽ നിൽക്കണേ, അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ആഫ്രിക്കൻ മല്ലി വെച്ചിട്ടുള്ള സ്ഥലമാണ് ഇവിടെ. ഒരു കടയാണ് നമ്മൾ വെച്ചത്. പിന്നെ അതിങ്ങനെ പൊട്ടിത്തെറിച്ച് അതാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത്. കാരണം ഒരു കൂട്ടം ഇവിടെയാണെങ്കിൽ പിന്നെ അവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ടേ നല്ല ഫിറ്റാക്കി വെച്ച് കൊടുക്കാം നമുക്ക്.
നമ്മുടെ ഇവിടുത്തെ മണ്ണില്ലേ നമുക്ക് തോന്നുന്നു നല്ല പൊടിമണ്ണാണ്. പൊടിമണ്ണല്ല ഞങ്ങൾക്ക് ഇവിടുത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ഞങ്ങൾ കൊത്തി കളച്ച് നമ്മൾ ആക്കണതാ. നനഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക ഇങ്ങനെ കണ്ടു. ഇപ്പോൾ ഞാൻ കളയ്ക്കും പറയാം എന്താ പറയുക ഇങ്ങനെ ഭയങ്കര കട്ടിയാണ്, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ കളച്ച് എല്ലാവരും പറയും നമുക്കിങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല മണ്ണാണ്. മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിങ്ങനെ കളച്ച് അതിങ്ങനെ പൊടിച്ചെടുക്കണതാണ് ഒരു കണക്കിന്. ഇപ്പോൾ കണ്ടോ എന്ത് തറഞ്ഞിട്ടിരിക്കണേ. പിന്നെ ഇതിന് നല്ല വലിയ കുരുകുത്ത് അങ്ങനെയൊന്നും വേണ്ട കേട്ടാ. കുറെ വേര് അടിയിലേക്ക് പോണ ടൈപ്പല്ല. ഇതേപോലെ ബാക്കി എല്ലാതും വെക്കട്ടെ. അപ്പോൾ നോക്കിയേ ഫുള്ള് വെക്കൽ കഴിഞ്ഞു. ഇനി ഒന്ന് മണ്ണിടാൻ വേണ്ട കേട്ടാ. അങ്ങനെ നമ്മുടെ ആഫ്രിക്ക മലി വെക്കൽ കഴിഞ്ഞു കേട്ടാ. പിന്നെ നമ്മുടെ ഭാസ്കര മുളക് അത് നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടാ. നമ്മുടെ കയ്യിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ടോ ഇങ്ങനെ ഭാസ്കര മുളക് വെച്ചിട്ടുള്ളത്. പേരിന് പ്രത്യേകതയുണ്ട്. കാബേജിനും കോളിഫ്ലവറിനും ഒക്കെ നമ്മൾ ചാണകവെള്ളം ഒഴിക്കും കേട്ടാ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കട്ടെ ഞാൻ. അപ്പം നമ്മളിന്ന് പണ്ടുണ്ടെങ്കിൽ നോക്കിയേ കണ്ടോ ഇതേ അളവിലാണ് നമ്മൾ ഒഴിക്കുക. നല്ല വെള്ളം പോലെ, തീരെ കട്ടി ഉണ്ടാവില്ല. നമ്മളുണ്ടല്ലോ കട തൊടാണ്ട് ഇങ്ങനെ ഒഴിച്ചു പോകും. ഇന്ന് നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഒഴിച്ചു കൊടുക്കൂട്ടാ. അതിപ്പോൾ ചാണകവെള്ളം ഒഴിച്ചു, പിന്നെ ഒരു വട്ടം നമ്മൾ പിന്നെ ഒഴിക്കുക. നമ്മുടെ കപ്പലൻ്റെ പിണ്ണാക്ക് കഞ്ഞി വെള്ളത്തിലിട്ടിട്ട് വെക്കണതുണ്ട്, അതെടുത്ത് ഒഴിക്കും. അങ്ങനെ മാറി മാറി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക.
നമ്മുടെ അല്ലൂടി പാൽ കുടിക്കുന്നുണ്ടല്ലോ, അപ്പൊ പാലിന്റെ ബാക്കി കുടിക്കാനായിട്ട് നമ്മുടെ കാക്കകൾ വന്നിട്ടുണ്ട് കേട്ടാ. റൈസ് കൂട്ടിനോട് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുടിച്ച മുഴുവൻ അല്ലുൻ്റെ അടുത്ത് നീങ്ങിണ്ടെങ്കിൽ അപ്പൊ അല്ലു എനിക്ക് പോകും. അത് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് പോയി. ഇതാണ് അവിടെ സ്വഭാവം. അന്നേരം ഒരു തുള്ളി പാല് നമ്മുടെ കാക്കകൾക്ക് കൊടുക്കാം. ടൈസ് കുടിച്ചാ വേണ്ടേ? ടൈസിന് മതിയാ. ടൈസ് കുടിച്ചു. ഇന്ന് ടൈസിനാ കിട്ടാ ഭാഗ്യം. അതായത് ഇവിടെ വന്നപ്പോ സ്മിത മോഹലക്ഷ്മി നോക്കിയിട്ട് ഒരു കാര്യം പറയട്ടെ. ഞാൻ ആന്ന് പറഞ്ഞു. അപ്പൊ എന്താ ചോദിച്ചെന്നറിയോ, ഇവിടെ കാശിന് ഒരു കാലത്ത് ക്ഷാമം ഉണ്ടാവില്ല, എപ്പോഴും ഇവിടെ കാശുണ്ടാവുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെയെന്ന്. അല്ല, മണി പ്ലാന്റ് അല്ലേ ഇതേപോലെ വളർന്നു നിൽക്കണേന്ന്. കാരണം എന്താണെന്നറിയോ, ശരിയാട്ടോ, നമ്മളവിടുത്തെ മണി പ്ലാന്റ് എന്ന് പറഞ്ഞാലേ ഇവിടെ നമ്മുടെ 6-7 മരത്തിന് അന്ന് ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഓരോ ചെറിയ കഷ്ണം വെച്ചു കൊടുത്തത്. പക്ഷേ ഇവര് എന്താ പറയാ, നമ്മൾ ചിന്തിക്കണേക്കാളും വേഗത്തിലാണ് ഇവരെ വളർച്ച. ഇപ്പം ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ മണി പ്ലാന്റ് കുറേ വലുതായി കഴിയുമ്പോൾ നമ്മളിങ്ങനെ വലിച്ചിടണത് നോക്കി. അപ്പോഴും എനിക്ക് കമൻറ്റ് വരാറുണ്ട്, സ്മിത മണി പ്ലാന്റ് കളയല്ലേ, നല്ല വീട്ടിൽ വരുമാനം ഉണ്ടാവുന്നു. അതിൽ സത്യം ഉണ്ടോ എന്നുള്ളത് ഫുള്ളായിട്ട് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടാ. ഇതുണ്ടെങ്കിൽ നമുക്ക് പൈസ എപ്പോഴും ഉണ്ടാവും എന്നുള്ളതിൽ കുറച്ചൊക്കെ ഉണ്ടെങ്കിലും മുഴുവനായിട്ട് എനിക്ക് അങ്ങനെ തോന്നണില്ല. പക്ഷെ അതുകൊണ്ടാണോ എന്ന് അറിയില്ല. പക്ഷെ നിറച്ച് മണി പ്ലാന്റ് ആണ്. ഇപ്പം ഇതിന് ഇല അറിയാം, ഇതിൻ്റെ ഇലയ്ക്ക് നമ്മുടെ വാഴയിലയുടെ നമ്മൾ കൂമ്പ് മുറുക്കില്ലേ, അത്രയും വീതിയിൽ നീളത്തിലാണ് ഇതുമത്തെ ഇലകൾ. എൻ്റെ കയ്യിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണി പ്ലാന്റ് കുറേ വർഷങ്ങൾ പഴക്കമുള്ളതായിട്ടായി. ഇപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി. ആ സമയത്ത് ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പറയാം ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിച്ചറിയാം, ഇതേപോലെയാണ് എന്നും മണി പ്ലാന്റ് പോലെ തന്നെ കേട്ടോ. നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ചിട്ടുണ്ട്. ഞാൻ അവിടെ 1-2 മരത്തിന് കൂടി കാട്ടിത്തരാം. നമ്മുടെ പാചകം ചെയ്യണേൻ്റെ ആ ഭാഗത്തുള്ള മരത്തുമ്മ അതും കാണാൻ എല്ലാവർക്കും സ്ഥിരം കാണാൻ പറ്റണതാണ്. നമ്മുടെ മർഡോണ പണി തുടങ്ങിയിട്ടാ. മർഡോണ കൂടുതൽ ഇങ്ങനെ എടുക്കുള്ളൂ. നല്ല പണിയാ കണ്ടോ. ഒന്നും നോക്കില്ലേ, വേറൊരു ലോകൂലി ആൾക്ക് കടിച്ച് വലിച്ചിട്ട് വൃത്തിയാക്കിയിട്ടാണ് ഇടുക. അടിച്ചു വാരി വൃത്തിയാക്കിലാണ് ഈ ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി. പിന്നെ ആകെ അങ്ങനെ ഇട്ടുണ്ടാവും കണ്ടോ. എന്താ പണിയെടുക്കണമെന്ന് നോക്കിയാൽ കടിച്ച് വലിച്ചിടുക. പിന്നെ അത് മാത്രല്ല കേട്ടോ, ഞാൻ ഇവരുടെ ഈ ചകിരി അടിച്ചൊക്കെ വാരി കൊണ്ട് കളയും. അപ്പം ഇവരെ പറമ്പിലേക്ക് വിടുമ്പോഴേ ഇവരുണ്ടല്ലോ അതൊക്കെ എടുത്തുകൊണ്ട് ഓടി വരും. ഓടി വരണം. എന്നിട്ട് എനിക്ക് എൻ്റെ ഇവിടെ കൊണ്ടിട്ടിട്ട് നമ്മളങ്ങനെ നോക്കൂട്ടാ. അപ്പം എനിക്ക് തോന്നി, ഞാൻ തമാശയ്ക്ക് പറയും, ഇവർ പറയണത് ഇതായിരിക്കും, അമ്മേ ദേ നമ്മുടെ ചകിരി ആരും അവിടെ കൊണ്ടുവന്നിട്ട് നോക്കണോ, ദേ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണ പോലെ ഒക്കെ പറക്കി ഇവിടെ കൊണ്ടിടും അവർ. കണ്ട ഇതേപോലെ മോളിക്കൊക്കെ അങ്ങനെ വലുതായി പോയിരിക്കുകയാണ്. അതേപോലെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഒരു കവുങ്ങ്. ഈ കവുങ്ങിനെ നോക്കിയേ കണ്ട അങ്ങ് കയറി പോയിരിക്കും. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്ലാന്റ് ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ഇടയിൽ ഒരു ഭംഗിയിൽ വെക്കാൻ വരെ തോന്നാണ്ടായി. കാരണം ഇവരെന്നോ ജാതി വളർച്ചയാണേ. അപ്പം ഞാൻ ഈ വട്ടം എങ്ങനെയും കുറേ കളയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. തെങ്ങേറാൻ വരുമ്പോൾ അങ്ങ് ആളോട് പറയണം മോളിലൊക്കെ ഇങ്ങനെ വലിച്ചിറക്കി തരാനായിട്ട്. പുറത്തേക്ക് ഇറക്കും നമ്മൾ, അവനെ ഇറക്കാൻ കേട്ടോ. അപ്പം എനിക്ക് ഇപ്പം 2 പ്രാവശ്യം കമൻറ്റ് വരുന്നു സിംബൂട്ടനെ കാണിക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സിംബൂട്ടൻ്റെ ഫാൻസ് ഉണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറക്കാണ് അവനെ. നമ്മുടെ സിംബൂട്ടിന് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ ഇത്ര ഇഷ്ടം. വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇറങ്ങി ഓടും. അത് മാത്രമല്ല വിളിച്ച മിണ്ടില്ല, ഒളിച്ചിരിക്കും. ഇവർക്ക് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ മറ്റുള്ള നാടൻ പൂച്ചകളുടെ പോലെ സ്വയം രക്ഷ നേടാനായിട്ട് അറിയില്ല. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഇവരെ പെട്ടെന്ന് പിടിച്ചുകൊണ്ടുപോകും, എന്തെങ്കിലും അപകടങ്ങൾ ഇവർക്ക് സംഭവിക്കും. അത് കാരണം നമുക്ക് ഒഴിവുള്ളപ്പോൾ മാത്രമാണ് അവനെ പുറത്തിറക്കുള്ളൂ. അകത്താണെങ്കിൽ നമ്മൾ നല്ല ഫ്രീഡാണ്. നമ്മളെ അവിടുത്തെ പറമ്പിലേക്ക് പോവാം, കുറച്ച് ഉള്ളിൽ നടണം നമുക്ക്. എന്താ ടൈസാ ഞാൻ ഉണ്ട് കേട്ടോ, അതിൻ്റെ പിന്നിലുണ്ട്. ഒപ്പം നടക്കുക ടൈസിൻ്റെ ഒപ്പം നടക്കുക കേട്ടോ. ടൈസിൻ്റെ ഇത്തിരി സ്പീഡ് കുറവാണ്, ഞാൻ ഒപ്പം നടക്കാനാണ് പറയുന്നത്. ആൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കുക. നമ്മുടെ കോവയ്ക്ക നോക്കിയേ പന്തലുമിക്ക് കയറി തുടങ്ങി. എന്താ നന്നായി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ മതി ആള്.
ഇതാണ് നമ്മുടെ ഉള്ളിത്തടം. അപ്പളേ ഷേട്ട കളച്ചിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ നിരപ്പാക്കിയോളൂ എന്ന് പണ്ടായിരുന്നു ഷേട്ടെ. നിരപ്പാക്കി ഉള്ളി പിന്നെ നമ്മൾ എപ്പോഴായാലും പറയാറുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഉള്ളി നമ്മൾ ആക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാട്ടി നമ്മുടെ ഉള്ളിക്ക് വളർന്നത് ഇത് വീണ്ടും അടുത്തൊരു സ്റ്റെപ്പും കൂടി ഉള്ളി നമ്മൾ നടന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ പീടികയിൽ പിടിക്കുന്ന സാധാരണ ഉള്ളിയാണ് നമ്മൾ നടന്നത്. ഇതേപോലത്തെ ഒരു ഉള്ളി വേറെ മണ്ണിലിങ്ങനെ ഇത്രയും വെക്കുക കേട്ടോ. കൂടുതൽ താത്തി കൊടുക്കൊന്നും വേണ്ട. നനയ്ക്കുന്നതനുസരിച്ച് മണ്ണ് ചെല്ലും. ഉള്ളി പുറത്തേക്ക് കാണണേ. നമ്മൾ നിരപ്പാക്കാൻ കാരണം അതാണ്. കാരണം ഓരോ എന്താ പറയുക നിരപ്പിൽ നിന്നാൽ മാത്രമാണ് ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളി മണ്ണ് മൂടിപ്പോവും. അങ്ങനെ പാടില്ല. കൃത്യം ഉള്ളി നോക്കിയേ. ഇനിയൊന്ന് നമുക്ക് നനച്ചു കൊടുക്കാം കേട്ടോ. സ്പ്രേ ചെയ്യണ പോലെയായിട്ട് നമ്മൾ നനയ്ക്കുക. കൈ ഇങ്ങനെ വെച്ചിട്ട് ഞാനുണ്ടല്ലോ നമ്മുടെ കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്ക് വെച്ച ഫ്രൂട്ട്സ് തൈ ഉണ്ടായിരുന്നു. അത് ഈ പ്രാവശ്യം കാണിക്കണം വിചാരിച്ച് വിട്ടുപോയതാണ്. പക്ഷെ നമുക്ക് കമൻറ്റ് വന്നു കഴിഞ്ഞ വട്ടം വെച്ചത് ഈ വട്ടം കാണിച്ചില്ലല്ലോ സ്മിത എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാനേ അത് കാട്ടിത്തരാം കേട്ടാ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വട്ടം നട്ടത് അമ്പഴങ്ങയും അബിയും ആയിരുന്നു. അമ്പഴങ്ങ നമുക്ക് പല വട്ടം ഉണ്ടാവണുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതേ കണ്ട അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. പെട്ടെന്ന് വലിയ വളർച്ചയൊന്നും വരുന്നില്ല. ഇങ്ങനെ എപ്പോഴും ഒരു ചെറിയ ചെടിയാണ്. പക്ഷെ അതിങ്ങനെ പൂത്ത് എപ്പോഴും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അബിയു ഒത്തിരി വലുതായി പോയി. ഇതാ ഈ അബിയു നന്നായി പൂത്തുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പൂത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ആയിട്ട് ഇതുമ്പോൾ നിറച്ച് കായ ഉണ്ടായി നിൽക്കുന്നത് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഇതിനൊരു കേട് വന്നു. അപ്പോൾ ഞാൻ കാട്ടിത്തരാം ആ കേട് എന്താണെന്ന്. ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയണവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നോട്ടെ. കണ്ട ഇതേപോലത്തെ വെള്ള കളറ് അത് നിറച്ച് കൊമ്പുമേക്ക് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു കണ്ട ഇതൊരു മരം പോലെയാണല്ലോ, സ്വയം പ്രതിരോധ ശേഷി നേടാണെങ്കിൽ നേടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിൻ്റെ പേരിൽ നമുക്ക് കുറേ ഉണ്ടായ പൂവൊക്കെ ഇല്ലേ അത് കൊഴിയാണ് ചെയ്തത്. ആകെ 2 എണ്ണമാണ് നമുക്ക് പിടിച്ചു കിട്ടുള്ളൂ. അതിൽ ഒരെണ്ണം എവിടെയത് ഒരെണ്ണം നല്ല വലിപ്പുള്ളത് ഇതേനാ ഇത് കണ്ടാ ഇതേ നല്ല വലുത്. അപ്പം ഞാൻ വിചാരിക്കും ഇതുമ്പോൾ പൂവുണ്ടാവണ കണ്ടപ്പോൾ നിറച്ച് പൊതിഞ്ഞോണ്ടാവും വെച്ചു. പിന്നെ ദേ ഒരെണ്ണം ദേ ഇവിടെ അതൊരു ചെറുത് കണ്ട. ഇങ്ങനെ ആകെ 2 എണ്ണം ഇതിമേ ഉണ്ടായുള്ളൂ. ഈ വെള്ള ഫംഗസ് പോലെ വന്നതാണ് ഈ മരത്തുമ്മ. അപ്പം ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും വലിയവർക്ക് അറിയുന്ന ശരിക്കും പറഞ്ഞു തന്നോളൂ കേട്ടാ. ഇനിയിപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒന്ന് നനയ്ക്കണം. ഓടിച്ചിട്ടൊന്നൊക്കെ ഫുള്ള് നനയ്ക്കും. എന്നിട്ട് അങ്ങോട്ട് മഴക്കാറുണ്ട്. ചില ദിവസം മഴ പെയ്യുന്ന വെച്ചിട്ട് നമ്മൾ നനയ്ക്കാണ്ടിരിക്കും. ആ ദിവസം മഴ പെയ്യൂല. അപ്പോൾ പിറ്റേ ദിവസം ഇരട്ടി പണിയാണ്. അപ്പോൾ എന്തായാലും വെറുതെ ഒന്ന് എല്ലാവർക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കും. എന്നിട്ട് പോകണല്ലോ വീട്ടിൽ. വേഗം വന്നു എല്ലാം നേരത്തെ വന്നു. പേരിക്കൂട്ടി അറിയത്തും കയറിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അങ്ങനെക്കാളും അവർക്ക് നേരത്തോടെ ഞാൻ നേരത്തേക്കാളും വന്നു പോകും. എന്താണാവോ
എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? എല്ലാവർക്കും തരാം തരാട്ടോ, എല്ലാവർക്കും തരാട്ടോ. പേളിക്കുട്ടിക്ക് പിന്നെ ഇത്തിരി കൂടി എന്താ പറയാ, എന്റെ മക്കളൊക്കെ കൂടിയല്ലേ, അപ്പൊ അതിന്റെ ഒരു അഹങ്കാരം ഉണ്ട് അവൾക്ക്. കയറത്തേക്ക് കയറുള്ളൂ, ബാക്കിയുള്ളവർ കയറില്ല, പക്ഷെ അവള് കയറിയിരിക്കണ്ട. പിന്നെ ഞാനുണ്ടല്ലോ യൂണിക് ഫാമിലി 2.0യിലേക്ക് ഒരു വഴുതനങ്ങക്കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റിൽ നല്ലൊരു കറിയാണ് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടോ. ഭാഗ്യലക്ഷ്മി അലനല്ലൂർ. ഹായ് ഭാഗ്യലക്ഷ്മി. ചേച്ചിയാണോ അനിയത്തിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അതാണ് ഞാൻ ഹായ് എന്ന് പറഞ്ഞിട്ട് പേര് പറഞ്ഞിട്ടുള്ളത്. സീന പ്രദീപ് കൊട്ടിയം കൊല്ലം. ഹായ് സീനേച്ചി. അലിക്ക മലപ്പുറം. ഹായ് അലിക്ക. ജ്യോതി ദിനേശ്. ഹായ് ജ്യോതിക്കുട്ടി. നമുക്കുണ്ടല്ലോ ഒരു കുക്കിംഗ് ചാനലാണ് ഞാൻ ഹായ് പറയണത്. അപ്പോൾ അതായത് എൻ്റെ വീഡിയോയ്ക്കും കണ്ട് ആ ചേച്ചിക്ക് അങ്ങനെ ഒരു ചാനൽ തുടങ്ങാൻ തോന്നിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. രജിത അരുൺ നാട്ടു ചേച്ചിയുടെ പേര്. അപ്പോൾ ചാനലിൻ്റെ പേര് റാറ കുക്കിംഗ് എന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയോളാം. അപ്പോൾ ഒരു ഹായ് നമുക്ക് റാറ കുക്കിംഗ്. ഇനി നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. വൈകോട്ടാ. ഇനി നമുക്ക് ഇന്നൊരു കല്യാണത്തിൻ്റെ തലേ ദിവസം. അപ്പോൾ അതായത് ഇവിടെ ഷായേട്ടൻ രണ്ടാമത്തെ ചേട്ടൻ്റെ ചെറിയേട്ടൻ്റെ വൈഫ് ചെറിയേച്ചിയുടെ അനിയത്തിയുടെ മകളുടെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് ഒന്ന് പോവാണ് കേട്ടോ. ടൈസും കിട്ടാ ഇവിടെ ഇരുന്നോളൂ കേട്ടാ. ശരിക്കും ഇന്ന് കല്യാണത്തലേന്ന് വീട്ടിലെത്തിയപ്പോഴേ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായി. കാരണം എന്താ പറയുക, എൻ്റെ ഒപ്പം പഠിച്ച ഒരാളും കൂടി അവിടെ വെച്ച് കണ്ടുമുട്ടാൻ പറ്റി. അപ്പോൾ അതേ ഞങ്ങളങ്ങനെ ഒരുമിച്ചൊന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റേജിലൊക്കെ ഓരോ പ്രോഗ്രാമുകളൊക്കെ നടക്കണ കാരണം ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ തന്നെ കുറേ ടൈം അങ്ങനെ ഇരുന്ന് പോയി. കാരണം ഭക്ഷണം കഴിക്കണേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചത് സ്റ്റേജ് പ്രോഗ്രാമിലേക്കായിരുന്നു. കാരണം നല്ല നല്ല പ്രോഗ്രാമായിരുന്നു നടന്നിരുന്നത്. കൺമുണിക്കുട്ടിയും കണ്ട നോക്കിയിരുന്ന് പോവും. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പരിപാടിയായിരുന്നു. തലേ ദിവസമൊക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ കല്യാണ വീട്ടിൽ. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മളിതാ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറി. അപ്പോൾ എൻ്റെ മോനെ കണ്ടിട്ടില്ലല്ലോ, എൻ്റെ താഴെയുള്ള മോനെ കേട്ടോ വെള്ള ഷർട്ടിട്ട് നിൽക്കണത്. പിന്നെ നമിതക്കുട്ടി, കല്യാണ പെൺകുട്ടിയുടെ പേരാണ്. നമിതക്കുട്ടീനെ പറയാനാണെങ്കിൽ എനിക്ക് ശരിക്കും ഇവിടെ ചെറിയച്ചിയുടെ അനിയത്തിയുടെ മകളിലേക്ക് കൂടുതൽ അവളായിട്ട് അടുപ്പം വന്നത് എൻ്റെ മോനെ +2 സയൻസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അവൾ പല സബ്ജക്റ്റുകളും പഠിപ്പിക്കാനായിട്ട് വന്നിരുന്നു. അങ്ങനെയാണ് എനിക്ക് നമിതക്കുട്ടിയോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അടുപ്പവും സ്നേഹവും ഒക്കെ തോന്നിയിട്ടുള്ളത്. അപ്പം നമ്മളിത് അവിടെ എത്തി. പക്ഷെ എവിടെ പോയാലും ഉണ്ടല്ലോ വേഗം വീട്ടിലെത്തണതോടെ ചിന്തയാണ്. കാരണം വേറെ ഒന്നല്ല, നമ്മളെ മാത്രം കാത്തിരിക്കണതൊക്കെ കുറച്ച് പേര് കൂടി ഉണ്ട്. കാരണം ഇവർക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പം വേഗം എത്രയും വേഗം വീട്ടിലെത്തണം എന്നാട്ടോ ചിന്ത. നോക്കി നമ്മുടെ അല്ലുമോളി ഇരിക്കണേ അടിച്ചുകൊണ്ടിരി പൊന്നു അയ്യോ കണ്ടോ, അവളൊക്കെ നോക്കിയിരിക്കണ നോക്കിയേ കാത്തിട്ട് വണ്ടിയുടെ മോളെ കയറിയിരിക്കണല്ലേ പൊന്നുന്നെ. എന്നാ അങ്ങനെ അവിടെയാണ് നമ്മുടെ അല്ലുമണിക്ക് സേഫ്. പിന്നെ ആ കുട്ടിപ്പട്ടാളങ്ങൾ അവിടെ ദേ തിക്കുന്നവർ കൂട്ടുന്ന സൗണ്ടാണ് കേൾക്കണത്. പോട്ടെ, എല്ലാവർക്കും തരാട്ടോ. ടൈസ പറഞ്ഞ പോലെ ടൈസും കൂടെ ഇവിടെ ഇരുന്നു. പേളിക്കുട്ടിയെ തരാട്ടാ. എന്താ സങ്കടം അവിടെ. അമ്മയുടെ പൊന്നി അമ്മ എത്തിടാ. ഇപ്പൊ തരാട്ടോ മക്കൾക്ക്. അച്ചടോ തരാട്ടോ ഇപ്പൊ തരാട്ടോ. എല്ലാവർക്കും അയ്യോ ഇതാണ് കണ്ടവരുടെ സ്നേഹം. ഇപ്പൊ തരാട്ടാ. ഭക്ഷണത്തിനല്ലത് നമ്മളെ കുറച്ച് നേരം കാണാണ്ട തന്നെയാണ് ഈ സ്നേഹം. എല്ലാവർക്കും പറയാനുണ്ട്. റോളാണ്ട മുളക്കി ഇരിക്കണേക്ക് അച്ചടാ ഇപ്പൊ വരാട്ടാ. അതെ ഈ ഡ്രസ്സിൽ ഇറങ്ങി കഴിഞ്ഞാൽ മേലൊക്കെ കയറുവര്. ഇപ്പൊ വരാട്ടാ. വിഷമിക്കണ്ടാട്ടോ, വിഷമിക്കണ്ട. ഡ്രസ്സ് മാറിയിട്ട് ഓടി വരാം. ഇപ്പൊ വരാട്ടാ, ഇപ്പൊ വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയല്ലോ. ഇനി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളാണെങ്കിൽ ഇതേ ഭക്ഷണം കഴിക്കാൻ തിരുത്തി വിട്ടു തുടങ്ങി. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാണ് കേട്ടാ.